വളരെ സാധാരണമായതും എന്നാൽ പലപ്പോഴും കണ്ടുപിടിക്കാൻ താമസിക്കുകയോ കണ്ടുപിടിക്കാതെ പോകുകയോ ചെയ്യുന്ന ഒരു രോഗത്തെപ്പറ്റി ഇന്ന് പറയാം. ഹൈപ്പോതൈറോയിഡിസം. തൈറോയിഡ് ഗ്രന്ഥി വേണ്ട വിധത്തിൽ പ്രവർത്തിക്കാതിരിക്കുന്നതിനെയാണ് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. ആദ്യം തൈറോയിഡ് ഗ്രന്ഥിയെപ്പറ്റി അല്പം. നമ്മുടെ കഴുത്തിൻ്റെ മധ്യത്തിലായി ആഡംസ് ആപ്പിളിന് താഴെയായി ഒരു ബട്ടർഫ്ലൈയുടെ ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്രന്ഥി നിർമ്മിക്കുന്ന തൈറോയിഡ് ഹാർമോൺ നമ്മുടെ ശരീരകോശങ്ങളിലെ മെറ്റബോളിസത്തിന് കൂടിയേ തീരൂ. തൈറോയിഡ് ഹാർമോൺ കുറഞ്ഞാൽ ശരീരത്തിലെ മെറ്റബോളിസം കുറയുകയും ഊർജ്ജശക്തി കുറഞ്ഞ് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകുകയും ചെയ്യും. എന്നാൽ തൈറോയിഡ് ഗ്ലാൻഡ് കൂടുതൽ ഹാർമോൺ നിർമ്മിച്ച് വിട്ടാൽ മെറ്റബോളിസം വർദ്ധിച്ച് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാകാം. ഹൈപ്പർ തൈറോയിഡിസത്തെപ്പറ്റി മറ്റൊരവസരത്തിൽ പറയാം. എന്നാൽ ഏറ്റവും സാധാരണമായ ഹൈപ്പോതൈറോയിഡിസം ആകയാൽ അതിനെക്കുറിച്ച് ഇന്ന് പറയാം. ഹൈപ്പോതൈറോയിഡിസം സ്ത്രീകളിലും പുരുഷന്മാരിലും നവജാത ശിശുക്കളിലും എല്ലാം ഉണ്ടാകാം. എങ്കിലും മധ്യവയസ്സ് കഴിഞ്ഞ സ്ത്രീകളിലാണ് ഇത് കൂടുതലായി കാണുന്നത്. ഏകദേശം 10 സ്ത്രീകളിൽ ഒരാൾക്ക് ജീവിതത്തിൽ എന്നെങ്കിലും ഹൈപ്പോതൈറോയിഡിസം അനുഭവപ്പെടാം എന്നാണ് പറയുന്നത്. എങ്കിലും അമേരിക്കയിൽ ഇന്ന് എല്ലാവിധ ടെസ്റ്റുകളും ചെയ്യുന്നുണ്ടെങ്കിലും 15 മില്യൺ ആൾക്കാർക്കുള്ള ഹൈപ്പോതൈറോയിഡിസം കണ്ടുപിടിക്കാതെ പോകുന്നു. ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങൾ ഫെറ്റീഗ് ആൻഡ് ടയർഡ്നെസ്, ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുക. സ്കിൻ സാധാരണയിൽ കൂടുതൽ ഡ്രൈ ആകുക. പലപ്പോഴും രോഗികൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ തണുപ്പ് തോന്നിക്കും. കോൺസ്റ്റിപ്പേഷൻ, മലശോധനക്കുറവ് ഇവരിൽ സാധാരണമാണ്. ഭക്ഷണം കുറച്ചാലും എക്സസൈസ് ഒക്കെ ചെയ്താലും പലപ്പോഴും വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും. മാനസിക സംഘർഷം, ഡിപ്രഷൻ ഇവരെ പലപ്പോഴും വിട്ടുമാറില്ല. സ്ത്രീകളിൽ മെൻസ്ട്രുവൽ ഇറഗുലാരിറ്റീസ് ഉണ്ടാകാം. തലമുടി വേഗത്തിൽ കൊഴിഞ്ഞു പോകുകയോ സമയമാകുന്നതിന് മുമ്പ് നരയ്ക്കുകയോ ചെയ്യാം. ഓർമ്മക്കുറവ് ഇവർക്ക് പലപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്യാറുണ്ട്. രോഗകാരണം ബഹുഭൂരിപക്ഷം പേരിലും ഇനിയും പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു ഓട്ടോ ഇമ്മ്യൂൺ പ്രോസസ്സ്, അതായത് ഹഷിമോട്ടോ തൈറോയിഡിസ് എന്ന രോഗം ഗ്രന്ഥിയെ ബാധിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ കാവൽക്കാരായ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം തെറ്റിദ്ധരിച്ച് ശരീരത്തിൻ്റെ മറ്റൊരു ഭാഗത്തെ ആക്രമിക്കുന്നതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് കാരണം. നിങ്ങൾ കള്ളന്മാരെ ഓടിക്കുവാൻ വീട്ടിൽ വളർത്തുന്ന പട്ടി തെറ്റിദ്ധരിച്ച് ഗൃഹനാഥനെ കടിക്കുന്നത് പോലെ. തൈറോയിഡ് ക്യാൻസർ കൊണ്ടോ ഹൈപ്പർ തൈറോയിഡിസം കൊണ്ടോ തൈറോയിഡ് സർജറി ചെയ്ത് എടുത്ത് മാറ്റിയിട്ടുള്ളവരിൽ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകാം. ചികിത്സയ്ക്കായി കഴുത്തിൽ റേഡിയേഷൻ നൽകേണ്ടി വരുന്നവരും ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകാം. ചില മരുന്നുകൾ, ഉദാഹരണത്തിന് സൈക്കാട്രിസ്റ്റ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ലിത്തിയം, ചില ആൻറ്റി ക്യാൻസർ മെഡിസിൻസ്, ചില ഹൈ ബ്ലഡ് പ്രഷർ മെഡിസിന് ഉപയോഗിക്കുന്ന ഇവരിലെല്ലാം ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. കൊളസ്ട്രോൾ കുറച്ച് ആരോഗ്യ സംരക്ഷണത്തിനായി പാലിനും വെളിച്ചെണ്ണയ്ക്കും പകരം സോയ ഓയിലോ സോയ മിൽക്കോ സോയ പ്രോഡക്ട്സോ കൂടുതൽ ഉപയോഗിക്കുന്നവർക്കും തൈറോയിഡിൻ്റെ പ്രവർത്തനശേഷി കുറയുന്നതായി കാണുന്നു. കുടിവെള്ളത്തിലും ഭക്ഷണത്തിലും അയഡിൻ്റെ അംശം കുറഞ്ഞിരിക്കുന്നതും ഹൈപ്പോതൈറോയിഡിന് കാരണമാകാം. കേരളത്തിലെ മധ്യ തിരുവിതാംകൂറിലെ ചില സ്ഥലങ്ങളിൽ കിണറ്റിലെ വെള്ളത്തിൽ അയഡിൻ കുറവായതിനാലാണ് അവിടുത്തെ സ്ത്രീകളിൽ തൈറോയിഡ് ഗോയിറ്ററും ഹൈപ്പർ തൈറോയിഡിസവും കാണുന്നതെന്ന് 40 വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിലെ മെഡിസിൻ പ്രൊഫസറായിരുന്ന ഡോക്ടർ ഗീവർഗീസ് ഒരു ഗവേഷണ പ്രബന്ധം അവതരിപ്പിച്ചത് ഓർക്കുന്നു. അതുപോലെ തൈറോയിഡിനെ പറ്റി കോട്ടയം മെഡിക്കൽ കോളേജിലെ മെഡിസിൻ്റെ പ്രൊഫസറായിരുന്ന ഡോക്ടർ GK വാര്യർ പണ്ട് പറഞ്ഞിട്ടുള്ളത് ഓർക്കുന്നു. നമ്മുടെ ശരീരത്തിലെ സ്വയമായി ഒന്നും ചെയ്യുവാൻ കഴിവില്ലാത്ത, ബുദ്ധിയില്ലാത്ത ഒരു ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. ശരീരത്തിൻ്റെ മെറ്റബോളിസം കുറഞ്ഞ് കൂടുതൽ തൈറോയിഡ് ഹാർമോൺ ഉൽപ്പാദിക്കപ്പെടണമെങ്കിൽ
തലച്ചോറിലെ പിറ്റ്യൂട്ടറി തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹാർമോൺ അയച്ച് ആവശ്യപ്പെട്ടെങ്കിൽ മാത്രമേ തൈറോയിഡ് കൂടുതൽ ഹാർമോൺ നിർമ്മിച്ച് പുറത്തു വിടുകയുള്ളൂ. സ്വയമായി തൈറോയിഡ് ഗ്രന്ഥിക്ക് ഇത് ചെയ്യുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടോ എന്ന് അറിയുവാനുള്ള മാർഗം പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അയക്കുന്ന തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹാർമോൺ TSH രക്തത്തിൽ കൂടിയിട്ടുണ്ടോ എന്ന് അളക്കുകയാണ്. TSH 5 കൂടിയാൽ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകാമെന്നാണ് മുമ്പ് ഉപദേശിച്ചിരുന്നതെങ്കിലും 1.5 കൂടിയാൽ ഹൈപ്പോതൈറോയിഡിസത്തെ പറ്റി മനസ്സിൽ കരുതിയിരിക്കണമെന്നാണ് ഇന്ന് എൻഡോക്രിനോളജിസ്റ്റ് പറയുന്നത്. അതുപോലെ തന്നെ രക്തത്തിലെ T3, T4 ഹാർമോൺ അളന്നും ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകുമെന്ന് നിശ്ചയപ്പെടുത്തും. ഇന്ന് ഫ്രീ T4 ആണ് രക്തത്തിൽ കൂടുതലായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. ഹൈപ്പോതൈറോയിഡിസിൻ്റെ പ്രധാന ചികിത്സ തൈറോയിഡ് ഹാർമോൺ നൽകുകയാണ്. സിന്തറ്റിക്കായിട്ട് നിർമ്മിക്കുന്ന സിംതൈറോയിഡ്, ലീവോതൈറോയിഡ് തുടങ്ങിയവയാണ് മുഖ്യമായ മരുന്നുകൾ. ഇവയെല്ലാം തൈറോയിഡ് ഗ്ലാൻഡ് നിർമ്മിക്കുന്ന T4 ഹാർമോണിന് തുല്യമാണ്. രോഗം ഹൈപ്പോതൈറോയിഡിസം ആണെങ്കിൽ ഈ മരുന്നുകൾ ആരംഭിച്ച ശേഷം 2 മാസത്തിനുള്ളിൽ രോഗിയിൽ രോഗലക്ഷണങ്ങൾ വളരെ ഇമ്പ്രൂവ് ചെയ്യുന്നതായി അനുഭവപ്പെടും. സർജറി മൂലം തൈറോയിഡ് എടുത്തു മാറ്റപ്പെട്ടവരിൽ, റേഡിയേഷൻ കഴിഞ്ഞവരിൽ അവർക്കൊക്കെ ആയുഷ്കാലം തൈറോയിഡ് റീപ്ലേസ്മെൻറ്റ് ഹാർമോൺ നൽകിക്കൊണ്ടിരിക്കേണ്ടി വന്നേക്കാം. പശുക്കളുടെ തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്ന് എടുക്കുന്ന ആർമർ തൈറോയിഡ് മറ്റ് മരുന്നുകളെക്കാൾ കൂടുതൽ ഫലപ്രദമാണെന്ന് ചില എൻഡോക്രിനോളജിസ്റ്റ് പറയാറുണ്ട്. ഇത് തൈറോയിഡ് തന്നെയാകിയാൽ T3, T4 ഹാർമോൺസുമല്ല, T1, T2 ഹാർമോൺസ്, അതായത് തൈറോയിഡ് നിർമ്മിക്കുന്ന മുഴുവൻ ഹാർമോൺസും അടങ്ങിയിരിക്കുന്നു. എങ്കിലും സിന്തറ്റിക് ഹാർമോൺ ദീർഘകാലം ഉപയോഗിച്ചവർക്ക് ആർമർ തൈറോയിഡിലേക്ക് തിരികെ പോവുക സാധ്യമല്ല. അയഡിൻ്റെ അഭാവമാണ് ഹൈപ്പോതൈറോയിഡിസത്തിന് കാരണമെങ്കിൽ ശരീരത്തിൽ പുരട്ടാവുന്ന SSKI തൈറോയിഡ് ഡ്രോപ്സ് ലഭിക്കും. ദിവസവും ഇത്തരം 3 ഡ്രോപ്സ് പുരട്ടിയാൽ മതിയാകും. ഹൈപ്പോതൈറോയിഡിസത്തെ പറ്റി പൊതുജനങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന കാര്യം, അമേരിക്കയിൽ പോലും പലപ്പോഴും ഡയഗ്നോസ് ചെയ്യാൻ താമസിക്കുന്നതോ അല്ലെങ്കിൽ തെറ്റാതെ ഡയഗ്നോസ് ചെയ്യപ്പെടുന്ന ഒരു കണ്ടീഷനാണ് ഹൈപ്പോതൈറോയിഡിസം. പലപ്പോഴും പല രോഗികളിലും ഡിപ്രഷൻ്റെ ചികിത്സയ്ക്കായി സൈക്കാട്രിസ്റ്റിൻ്റെ അരികിലോ അല്ലെങ്കിൽ മെൻസ്ട്രുവൽ ഇറഗുലാരിറ്റിക്കായി ഗൈനക്കോളജിസ്റ്റിൻ്റെ അരികിലോ, ത്വക്ക് ചികിത്സയ്ക്കായി ഡെർമറ്റോളജിസ്റ്റിൻ്റെ അരികിലോ, ഓർമ്മക്കുറവിനായി ന്യൂറോളജിസ്റ്റിൻ്റെ അരികിലോ, വെയിറ്റ് കുറയ്ക്കാനോ ഒക്കെ നടന്ന ശേഷമായിരിക്കും യഥാർത്ഥ കാരണമായ ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ ചികിത്സയിലെത്തുന്നത്. ലോകത്തിൽ ഏറ്റവും വലിയ ധനികരിൽ ഒരാളായ, ബില്യണറിൽ ഒരാളായ ചിക്കാഗോയിലെ പ്രശസ്ത ടോക്ക് ഷോ ഹോസ്റ്റ് ഓപ്ര വിൻഫ്രി അവരുടെ ഹൈപ്പോതൈറോയിഡിസം അനേക നാളുകൾക്ക് ശേഷമാണ് അവരുടെ ഡോക്ടർ കണ്ടുപിടിച്ചതെന്ന് ഓർക്കണം. അതിനെപ്പറ്റി ഓപ്ര അനേകം ഷോസിൽ നടത്തുകയും ലേഖനങ്ങൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്. രോഗികൾ ഓർത്തിരിക്കുക, നിങ്ങളുടെ ശരീരത്തെപ്പറ്റി ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. സോ ഇഫ് യു ഫീൽ ദറ്റ് ദർ ഈസ് സംതിങ് റോങ്, there could very well be something wrong. Try to find out a doctor who will listen to you, examine you and tell him the problem. മറ്റൊന്ന്, വില്യം മോസ്ലർ 100 വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർമാർക്ക് നൽകിയൊരു ഉപദേശം ആണ്. എന്തെങ്കിലും ഒരു രോഗം രോഗിയിലുണ്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ആ രോഗത്തെപ്പറ്റി ഡോക്ടർ അറിഞ്ഞിരിക്കുകയും ആ രോഗത്തിന് വേണ്ടി പ്രത്യേകം നോക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ കണ്ടുപിടിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇഫ് യു വാണ്ട് ടു ഡയഗ്നോസ് ആൻ ഇൽനെസ് ഇൻ യുവർ പേഷ്യൻറ്റ്, യു ഷുഡ് നോ അബൌട്ട് ദ ഡിസീസ് ആൻഡ് സ്പെസിഫിക്കലി ലുക്ക് ഫോർ ദറ്റ് ഡിസീസ്. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസ്. വരുന്ന ആഴ്ചയും ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം.